ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഓക്കേടാ, നമ്മുടെ ഒരു ടോപ്പിക്കാണ് സർക്കുലർ ക്യൂ. നിങ്ങൾ ക്യൂ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ സർക്കുലർ ക്യൂ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പരീക്ഷയ്ക്ക് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താണ് സർക്കുലർ ക്യൂ, എന്താണ് ലീനിയർ ക്യൂവും സർക്കുലർ ക്യൂവും തമ്മിൽ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്കത് പഠിക്കാം. എന്താണ് സർക്കുലർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കുലർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ക്യൂവിൻ്റെ ഒരു ഡീമെറിറ്റ് ഉണ്ട്. അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്യൂ ആണെന്താ സർക്കുലർ ക്യൂ. എന്താണ് ലീനിയർ ക്യൂ, ഒരു ഡീമെറിറ്റ് എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം. ദാണ്ടാ, ഇതൊരു ക്യൂ ആണ്. ഇതെന്താണ്? ഇതൊരു ക്യൂ ആണ് അല്ലേ? ഇതൊരു ക്യൂ ആണ്. ഓക്കെ, ഇതൊരു ക്യൂ ആണ്. ഓക്കെ, ഈ ക്യൂവിന് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇത്രയും ലൊക്കേഷൻസ് എടുപ്പുണ്ട്. സാർ എന്ത് ചെയ്തു? സാറാണെങ്കിൽ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്തു? സാറിപ്പോൾ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ 71ഉം 78ഉം ആഡ് ചെയ്തു. ഓക്കെ, അതായത് ലാസ്റ്റ് ഇനി നമുക്ക് ഈ പറഞ്ഞ ക്യൂവിനകത്ത് 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ഉണ്ട്, റിയർ എൻഡ് ഉണ്ട്. ഫ്രണ്ടിൽ കൂടെ റിമൂവ് ചെയ്യാനും റിയർ എൻഡിൽ കൂടെ എന്തായിരിക്കും ആഡ് ചെയ്യാനുമാണ്. അപ്പോൾ ഈ റിയർ എൻഡ് എന്നാണ്, ഇതാണ് റിയർ എൻഡ് അല്ലേ? അപ്പോൾ സോ നമുക്ക് അതിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇതുവഴി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു എൻഡിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് റിയർ എൻഡിൽ കൂടെ 71ഉം 78 ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? അവിടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴപ്പം വന്നു. എന്താണ്? എനിക്ക് വീണ്ടും ഇനി എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നമ്മുടെ സ്റ്റാക്കിന്റെ എല്ലാ പൊസിഷനും, ലാസ്റ്റ് 2 പൊസിഷനും ഫില്ലാക്കി കഴിഞ്ഞു, അഥവാ സ്റ്റാക്ക് ഫുള്ളായി. കാരണം സ്റ്റാക്കിനകത്ത് പക്ഷേ എലമെന്റ്സ് ഇവിടെ, ലൊക്കേഷൻസ് ഇവിടെ കിടപ്പുണ്ട്, ഫ്രീ ലൊക്കേഷൻസ് ഇവിടെ കിടപ്പുണ്ട്. എന്നാലും ഇനി എന്താവും? നമുക്ക് വീണ്ടും എലമെന്റ്സ്, ഇപ്പം 78 കഴിഞ്ഞ് വീണ്ടും എലമെന്റ്സിന് ആഡ് ചെയ്യ ലൊക്കേഷൻ ഇവിടെ ഉണ്ടോ? കാരണം നമുക്ക് റിയർ എൻഡിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഫ്രണ്ടിൽ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ റിയർ എൻഡ് ഫുള്ളായി, റിയർ എൻഡ് ലാസ്റ്റ് ലൊക്കേഷനും ഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഡീമെറിറ്റ് ആണ് ലീനിയർ ക്യൂവിനുള്ളത്. സോ ആ ലീനിയർ ക്യൂവിൻ്റെ ഡീമെറിറ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്യൂ ആണെന്ത്? സർക്കുലർ ക്യൂ എന്നാണ് സർക്കുലർ ക്യൂ. അപ്പോൾ ഈ ഒരു ഡീമെറിറ്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം. ജസ്റ്റ് പിക്ചോറിക്കലി മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ പ്രോഗ്രാമാറ്റിക്കലി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗർ നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് വളച്ചൊടിച്ച് നമ്മൾ എന്താണ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ക്യൂവിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ 0, ലാസ്റ്റ് ലൊക്കേഷൻ 7. നമുക്ക് ഇതുപോലെ തന്നെ കേട്ടോ, ഇതിൻ്റെ ഇവിടെ വെക്കാം. ഈ ഒരു സാധാ ക്യൂവിന് എന്ത് ചെയ്യണം? ഇങ്ങനെ തിരിച്ചിങ്ങനെ എന്താണ് വളച്ചു വെച്ചു. ലാസ്റ്റ് ലൊക്കേഷനും ഫസ്റ്റ് ലൊക്കേഷനും എന്താ പറയുക? ഒരുമിച്ച് ചേർത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നോക്കാം. അതിൻ്റെ പ്രോഗ്രാമാറ്റിക്കലി ഇതിനെ പറയും കേട്ടോ. ഇങ്ങനെ പ്രോഗ്രാമിൽ ചെന്നിട്ട് ഇങ്ങനെ വരച്ച് വെക്കാനൊന്നും അല്ല കേട്ടോ. സാറേ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവുമോ? അത് നമ്മൾ വരയ്ക്കുമോ അതോ കമ്പ്യൂട്ടർ ചെയ്യുമെന്ന് ചോദിക്കുന്നു വേണ്ട കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു ജസ്റ്റ് പിക്ചോറിക്കലി മാത്രമേ എനിക്ക് പഠിക്കാനുള്ള. നമുക്ക് നോക്കാം. അപ്പോൾ 0, 7 അല്ലേ? 0, 7. അപ്പോൾ 0, 7 എന്ന് പറയുമ്പോൾ 0 എന്താണ് ഫസ്റ്റ് ലൊക്കേഷൻ, 7 എന്താണ് ലാസ്റ്റ് ലൊക്കേഷൻ. ഞാൻ ഇവിടെ വെക്കാം. ഈ 2 ലൊക്കേഷൻ എന്താ മക്കളെ? ഇവിടെ വെക്കാം. ഇവിടെ 2 ലൊക്കേഷൻസിൽ ഫ്രീ ആണ്. ഓക്കെ, അഥവാ ലാസ്റ്റ് 2 ലൊക്കേഷൻ 6ഉം 7ഉം ഫ്രീ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം ഞാൻ ഇവിടെ ഒട്ടൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. അപ്പം 0യും 1ലുള്ള 2 എലമെന്റ്സ് ഇവിടെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഏതാണ്? ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഇതാണല്ലോ മക്കളെ. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഇക്കടെയാണെങ്കിൽ ഈ 25നെയും 30നെയും റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് എൻഡ് ഇത് തന്നെയാണ്. റിയർ എൻഡ് എന്താണ്? ഇതാണ് കേട്ടോ, ആ ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ റിയർ എൻഡ് കൂടെ എലമെന്റ്സിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സർക്കുലർ ക്യൂ ആണെങ്കിലും അവിടെ ഫ്രണ്ട് എൻഡും റിയർ എൻഡും ഉണ്ട്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന എലമെന്റ്സ്, അവസാനം കിടക്കുന്ന എലമെന്റ്സ് ആയിരിക്കും റിയർ എൻഡ്. അപ്പോൾ അത് ആലോചിച്ച് ചേക്കാം. നെക്സ്റ്റ് നോക്കാം. ഞാൻ രണ്ട് എലമെന്റ്സ് റിമൂവ് ചെയ്ത് 25ഉം 13ഉം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, റിമൂവ് ചെയ്തു. 2 റിമൂവ് ചെയ്തു. അപ്പോൾ എന്തായി? ഇവിടെ 0യും 1ഉം വേക്കൻ്റ്. അപ്പോൾ എന്താണ്? 6ഉം 7ഉം 0യും 1ഉം വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ് അല്ലേ? അപ്പോൾ ഇത്രയും വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്. സാർ എന്ത് ചെയ്തു? ഇനി അടുത്ത ഞാൻ നോക്കാം. സാർ എന്ത് ചെയ്തു? ഈ 6ഉം 7ഉം എന്ത് ചെയ്തു? ഞാനിപ്പോൾ 87ഉം 64ഉം ഞാനിപ്പോൾ ആഡ് ചെയ്തു. ഓക്കെ, 87ഉം 64ഉം ഞാൻ ആഡ് ചെയ്തു. എങ്കിൽ നോക്കുക, നമ്മൾ കഴിഞ്ഞ ലീനിയർ ക്യൂവിലായിരുന്നു എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു മക്കളെ? നമുക്ക് ലാസ്റ്റ് 2 ലൊക്കേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താവും?
ക്യൂ ഫുള്ളാകുമായിരുന്നു. പക്ഷേ ഇവിടെ ക്യൂ ഫുള്ളാകത്തില്ല. സാർ എന്ത് ചെയ്തു? നമ്മുടെ ആണെങ്കിൽ റിയറിന്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 7 ആണ് അല്ലേ? റിയറിന്റെ വാല്യൂ ഇപ്പോൾ 7 ആയിരുന്നു. എന്നിട്ട് അടുത്ത ഇവിടെ 2 വേക്കൻസി, ഇവിടെ 0യും ഉണ്ട്, 2 വേക്കൻസി കിടപ്പുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് എലമെന്റ്സിന് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ സാർ എന്ത് ചെയ്തു? അപ്പൊ സർക്കുലർ ക്യൂ എന്ത് ചെയ്തു? സാറല്ല, സർക്കുലർ ക്യൂ എന്ത് ചെയ്തു? സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞാൽ റിയറിന്റെ വാല്യൂ എത്രയാക്കി സെറ്റാക്കി വെച്ചു? 0 ആക്കി സെറ്റാക്കി വെച്ചു. റിയറിന്റെ വാല്യൂ 7ൽ നിന്ന് പിന്നെ എന്താക്കി? 7ൽ നിന്ന് റിയറിന്റെ വാല്യൂ എന്ത് സെറ്റാക്കി? 0 ആക്കി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, സർക്കുലർ ക്യൂവിലുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? റിയറിന്റെ വാല്യൂ 0 ആയി. എന്നിട്ട് എന്താക്കി? റിയറിക്കട നമുക്ക് ഒരിക്കലും ഫ്രണ്ടിക്കട ആഡ് ചെയ്യാൻ പറ്റത്തില്ല, റിയറിക്കട ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. ക്യൂ എങ്ങനെയാണ്? ക്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡും ഉണ്ട്, റിയർ എൻഡും ഉണ്ട്. ആ ഫ്രണ്ടിക്കട റിമൂവ് ചെയ്യാനും റിയറിക്കട ആഡ് ചെയ്യാനും അല്ലേ? അപ്പോൾ ഇവിടെ ഒക്കെ റിയറിന്റെ കട എന്ത് ചെയ്യണം? 18 ആഡ് ചെയ്തു. ക്ലിയർ? 18 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ റിയറിന്റെ വാല്യൂ 0 ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് 18 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഓവർഫ്ലോ സിറ്റുവേഷൻ വരുമോ? ഓവർഫ്ലോ സിറ്റുവേഷൻ വരത്തില്ല. ഓക്കെ, ഓവർഫ്ലോ സിറ്റുവേഷൻ ഇവിടെ വരത്തില്ല. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞ ലീനിയർ ക്യൂൽ ആണെങ്കിൽ 6ഉം 7ഉം ഇത് ഞാൻ ഫില്ലാക്കി വീണ്ടും എലമെന്റ്സിന് ഇൻസെർട്ട് ചെയ്യുമ്പോൾ എന്ത് സിറ്റുവേഷൻ വരും? ഓവർഫ്ലോ സിറ്റുവേഷൻ വരും. സോ ഇവിടെ എന്താണ്? ഓവർഫ്ലോ സിറ്റുവേഷൻ വരത്തില്ല. മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക? അപ്പോൾ കൂടുതൽ നിങ്ങളുടെ +2 ഓണം എക്സാം ആണെങ്കിൽ വരികയാണ്. അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ സൂപ്പർ 60യും മാരത്തോണും എല്ലാം വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? മാരത്തോൺ. ഓക്കെ, പിന്നെ സൂപ്പർ 60 ഒക്കെ ആണെങ്കിൽ എന്താ നമ്മുടെ ഈ പറഞ്ഞ ഈ ശനിയാഴ്ച ആണെങ്കിൽ മാരത്തോണും ഉണ്ട്, ദെൻ ഞായറാഴ്ച എന്താണ്? സൂപ്പർ 60 ഉണ്ട്. മാക്സിമം മക്കളെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓണം എക്സാം ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എഴുതി തള്ളേണ്ട കാര്യമില്ല. സോ എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം ഓരോ ടൈം വൈസ് പഠിച്ചു പോവുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വളരെ, കാരണം ഒരു 50% നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ 50% മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണിത്. 1 തൊട്ട് 4 ചാപ്റ്റേഴ്സ്. ഓക്കെ, 1 തൊട്ട് 4 ചാപ്റ്റേഴ്സ് അവിടെ നമ്മുടെ ഏതൊക്കെയാണ്? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, ദെൻ വെബ് ടെക്നോളജി. അപ്പോൾ എന്താണ് മാരത്തോൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായിട്ട് കണക്കാക്കില്ല. കാരണം മാരത്തോൺ എല്ലാ ചാപ്റ്റേഴ്സും വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാരത്തോൺ പണിക്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് മാരത്തോണിൽ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കുന്നുണ്ട്. സൂപ്പർ 60 എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, 60 ചോദ്യങ്ങൾ എണ്ണം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ 2 ലൈവിലും പങ്കെടുക്കണം. സോ എന്ത് ചെയ്യാം? നമുക്ക് കാണാം. ബൈ, സീ യു.